ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹത്തിലൂടെ ശരിക്കും ഒരു വൈറലായ ഒരു സീരിയൽ താരമുണ്ട്. പൗർണമി തിങ്കൾ എന്ന സീരിയലിൽ അഭിനയിച്ച ഗൗരി കൃഷ്ണ ആ സീരിയലിലൂടെ നമ്മൾ അറിയുന്നതിനെക്കാട്ടുപരി പുള്ളിക്കാരത്തിയുടെ വിവാഹത്തിന് പെരുമാറിയ രീതി വെച്ചാണ് ഒന്നുകൂടെ വൈറലായി. അതുവരെയുള്ള മലയാളി സങ്കല്പം എന്നോ അല്ലെ ഇപ്പോഴും ഉള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ, വധുവായിട്ട് വരുന്ന അല്പം ഒരു നാണം കുണുങ്ങി പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കാറെ കയറി പോകുമ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു സെലിബ്രിറ്റീസ് ആണേലും കരച്ചിലോട് കരച്ചിലായിരിക്കും. അതൊക്കെ കണ്ട് നമ്മുടെ ഒരു സങ്കല്പം അങ്ങനെയാണ് ഒരു കല്യാണ പെണ്ണെന്ന് പറഞ്ഞത്. നമ്മുടെ ആ സങ്കല്പത്തിനെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് ഗൗരി പെരുമാറിയത്. അതായത് മീഡിയക്കാരെ വിരൽത്തുമ്പി നിർത്തി, നിങ്ങൾ അങ്ങനെ അവിടെ നിന്നാൽ ബാക്കി ഞങ്ങളുടെ എല്ലാ ആൾക്കാർക്കും കാണണ്ടേന്ന് ചോദിച്ചു. പിന്നെ ഊണ് കഴിക്കാനാണ് ചെന്നിരുന്നപ്പോൾ ഊണ് കഴിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു കാര്യസ്ഥനെ ഒരു കല്യാണം നടത്താൻ വേണ്ടി നമ്മൾ വീട്ടിലെ ഒരു കാര്യസ്ഥനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യസ്ഥൻ ഇങ്ങനെ ഓടി നടത്തുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ, അതേപോലെയാണ് ഗൗരി കല്യാണ പെണ്ണാന്നൊക്കെ മാറുന്നത്. അതേപോലെ അങ്ങ് പെരുമാറി. ശരിക്കും അത് നമ്മൾ കണ്ടു ശീലിക്കാത്തതുകൊണ്ടാണ് അത് അന്ന് ഗൗരിയെ കുറ്റമൊക്കെ പറഞ്ഞത്. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഗൗരി എന്ന് പറഞ്ഞാൽ വളരെ വിൽപ്പവറും തന്റേടിയായ ഒരു പെങ്കൊച്ചാണ്, ബോൾഡാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം വിവാഹമോചനം ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന വാചകം, ഞാൻ ഡിപ്രഷനിലൂടെയാണ്, ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്നുണ്ടെന്ന്. ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിൽപ്പവറൊന്നും ഇല്ലാന്ന് മനസ്സിലാണ്. പിന്നെ ഞാൻ ഗൗരിയുടെ ചാനൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗൗരി അതിൻ്റെ അകത്ത് ഒരു വട്ടം വണ്ണം വെച്ചെന്നും പറഞ്ഞ ആരോ ഗൗരിയെ കളിയാക്കിയപ്പം അതിന്റെ മറുപടിയായിട്ട് അന്ന് ഗൗരി പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ കാര്യം അറിയാതെ ഇങ്ങനെ ഓരോന്ന് പറയരുത്, ഡിപ്രഷനൊക്കെ ആകുമ്പോൾ ചിലരൊക്കെ വണ്ണം വെക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുപരി വേറൊരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞു, ഡിപ്രഷനിൽ ഏറ്റവും നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഡോക്ടറെ അഡ്രസ്സൊക്കെ പറഞ്ഞു. പലർക്കും ഡിപ്രഷൻ ഉണ്ട്. അന്ന് ഞാൻ ഓർത്തു, ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ലൈഫ് അല്ലല്ലോ. ആ കുട്ടിയാണെ പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വ്ളോഗൊക്കെ കാണും, വളരെ സന്തോഷമായ. നമുക്ക് ക്യാമറയ്ക്ക് പിന്നിലത്തെ കാര്യം നമുക്കറിയില്ല, മുന്നിൽ കാണുമ്പോൾ വളരെ നന്നായിട്ട്. ഇവരൊക്കെ എന്തിനാ ഡിപ്രഷൻ അടിക്കുന്നേ എന്ന് ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പ്രയോറിറ്റി വ്യത്യസ്തമാണ്, വിവാഹമോചിതയാകുകയാണ് എന്ന് ഗൗരി കൃഷ്ണ വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ക്യാപ്ഷനുകൾ കരുതലോടെ എഴുതുക, ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. ഗൗരി കൃഷ്ണ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ്. ഡിയർ മീഡിയ, കൈൻഡ്ലി ബി കൺസിഡറേറ്റ് വിത്ത് യുവർ വേർഡ്സ് ആൻഡ് ക്യാപ്ഷൻസ്, പ്ലീസ് റെസ്പെക്ട് അവർ പ്രൈവസി. ഈ ക്യാപ്ഷൻ അതൊക്കെ ഇട്ട് അവരുടെ സ്വകാര്യതയെ മാനിക്കണം എന്നുള്ളതാണ്. വി ഹാവ് ഡിസൈഡ് ടു ലീവ് സെപ്പറേറ്റ്ലി, വേർപിരിയാൻ തീരുമാനിച്ചു. ആസ് അവർ പ്രയോറിറ്റീസ് ഇൻ ലൈഫ് ആർ ഡിഫറൻറ്റ്. ഈ ഒരു വാചകം എല്ലാ സെലിബ്രിറ്റിയും പറയുന്ന വാചകമാണ്. പൊതുവെ അവർ ഇങ്ങനെയാണ് പറയുക, അവരുടെ മുൻഗണനകളൊക്കെ വ്യത്യസ്തമാണ്. ഹൗവർ വി കണ്ടിന്യൂ ടു ഷെയർ എ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇതും സെലിബ്രിറ്റി പറയുന്നതാണ്. അതായത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടരുന്നതായിരിക്കും. I humbly request the media not to cause us any discomfort. അത് മീഡിയക്കാരോട് അപേക്ഷിക്കുന്നത്. പിന്നെ ഐ ആം കറന്റ്ലി, ഈ വാചകം ഞാൻ പറഞ്ഞു, ഐ ആം കറന്റ്ലി ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് ഫേസ് ഡീലിംഗ് വിത്ത് എ ഡിപ്രഷൻ ആൻഡ് മെഡിസിൻ. ഡിപ്രഷൻ ആൻഡ് മെഡിക്കേഷൻ. ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഒരു സാധാരണക്കാരായ നമ്മള് എന്തെല്ലാം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഇവരൊക്കെ ഈ സെലിബ്രിറ്റീസ് ഒന്ന് കണ്ട് രണ്ടാമത്തിനും പ്രണയിച്ച അപ്പൊ തന്നെ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും അവന്റെ താല്പര്യങ്ങളല്ലേ എന്റെ താല്പര്യം എന്നും പറഞ്ഞാൽ അവന്റെ മുൻഗണനയല്ല എന്റെ മുൻഗണനാ ക്രമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാതെ അങ്ങ് ഡിവോഴ്സ് ആകുക, രണ്ടും വഴിക്കുക. എന്നിട്ട് പറയും ഞങ്ങൾ ഇനി ഫ്രണ്ട്സ് ആയിട്ട് തുടരും കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. നമ്മളെങ്ങനെയാ സാധാരണക്കാര് വേറെ പിരിയാണ്, അടിച്ചു പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ അടുപ്പമൊന്നും കാണത്തില്ല. ശത്രുക്കളായിട്ട് വരും. നമ്മുടെ വക്കീലായ എതിർ ഭർത്താവിന്റെ വക്കീലിനെ മാക്സിമം നാണം കെടുത്തും, അവരുടെ വക്കീല് അവരുടെ വക്കീല് നമ്മളെ മാക്സിമം നാണം കെടുത്തും. നേരെ കണ്ടാൽ പോലും മിണ്ടുകയില്ല, അവിഹിതങ്ങൾ അത് ഇതൊക്കെ ആക്കും. പിന്നെയാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വക്കീലന്മാരുടെ ഒരു കൃഷിയാണ്. അവർ ഇത്ര രൂപ പറഞ്ഞ് ഉറപ്പിക്കുക കച്ചവടം, ജയിച്ചു കഴിയുമ്പോൾ അത്ര ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കളികളാണ്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, അവര് എന്തോ മ്യൂച്വൽ ആയിട്ടുള്ള ഡിവോഴ്സിനെ പറ്റിയൊക്കെയാ പറയുന്നത്. അപ്പൊ ഗൗരി കൃഷ്ണ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം.
പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച് ഈ മറുപടി പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ വ്ലോഗിലൊന്നും പുള്ളിയെ മനോജ് എന്ന ഹസ്ബൻഡിനെ കാണാതിരുന്നപ്പം എന്താണ് കാര്യം, വേർപിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചവരോട് കൊടുത്ത ഒരു മറുപടിയാണത്. പുള്ളിക്കാരൻ സീരിയസ് ഷൂട്ടിങ്ങിനൊക്കെ പോയ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വ്ലോഗ് എടുക്കണോ അതോ ഞങ്ങൾ എൻജോയ് ചെയ്യണോ, അതൊരു ചോദ്യം. അവർ എൻജോയ് ചെയ്യണം. അപ്പൊ കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവില് നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ എന്നൊക്കെ വിളിക്കും. കുറച്ച് കഴിഞ്ഞ് പിള്ളേരുണ്ടായി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് പിള്ളേരുടെ അച്ഛാന്ന് വിളിക്കും. ആ ലെവലിലുള്ള ആ ഒരു അടുപ്പെന്നൊക്കെ പറഞ്ഞാൽ അത് പഴയ കാലത്തിന്റെ ഒരു രീതി. അത് അങ്ങനെ ഒരു ബോണ്ട് ഇവര് തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കില്ല. അതെ, ഇത് മതിയോ അത് വേണോ, ഞാനൊന്നും അങ്ങനെ അഡ്രസ് ചെയ്ത് വിളിക്കാറില്ല. ഇന്നലെ ആണെങ്കിലും എനിക്ക് ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ അതെ ചൂടുവെള്ളം വേണം. അതെ, അത് ചിത്രം സിനിമയില് പോലെ അതെ ഊണ് കാലായി എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ചോളൂ. അതെ, ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇത് തന്നെയാണ് അവസ്ഥ. പഴയ കല്യാണത്തിന്റെ കുറെ സീനുകളൊക്കെ കാണാം. ഏതായാലും കല്യാണം വളരെ വൈറലായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒത്തിരി ചർച്ച ചെയ്ത ഒരു കാര്യമാണിത്. എങ്ങനെ കഴിക്കും? നമ്മളെങ്ങനെ കഴിക്കും? ഇത്രയും നേരം നമ്മൾ അവിടെ നിന്ന് എടുത്തില്ലേ, ഇനി കുറച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. വേറൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട്, അതിന് നമുക്ക് എടുക്കാം. എങ്ങനെ കഴിക്കാം? ഈ ഗൗരിയുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ആ താലി വെക്കാൻ നേരത്തും പുള്ളിക്കാരത്തി ഓവർ ടെൻഷനാണ്. കാരണം ഒത്തിരിയും കാര്യങ്ങൾ തലേ കയറ്റി വെച്ചിരിക്കുക. ഒരു കല്യാണ പെണ്ണിന്റെ ഒരു ലജ്ജയോടുകൂടി ആ കല്യാണം ആസ്വദിച്ചിട്ടില്ല ആ കുട്ടി. ആ കുട്ടിയുടെ മുഖം നിറച്ച് ടെൻഷന്, കെട്ടേണ്ട വിധം വരെ ചെറുക്കനെ കാണിച്ചു കൊടുക്കുക. ഇത്രയും കാര്യഗൗരവം എന്തിനാണ്? ഒരു പെണ്ണായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് അവിടെ ഇരിക്കാൻ പറ്റണം. അതിനു പകരം ഏതോ ഒരു കാര്യസ്ഥന്റെ പ്രേതം കയറിയ മാതിരി അത് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നുള്ള അതിന്റെ കൂടെ താലികെട്ട് കഴിയുമ്പോൾ മുഖത്തൊരു ടെൻഷൻ എന്തോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു കല്യാണം പോലും ആ കൊച്ച് ആസ്വദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവ പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം ആസ്വദിക്കും? ഒരു വല്ലാത്ത സ്വഭാവമാണ് സത്യത്തിൽ ഇതൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കല്യാണത്തിന് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ പോയി അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ മേലാത്ത പോലെയൊക്കെ മീഡിയ അധികം. അപ്പൊ അങ്ങോട്ട് വെക്കോ ഇങ്ങോട്ട് വെക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യത്യസ്തമായ ഒന്നും ശരിയല്ല എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ കണ്ടു പഴകിയതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് ഗൗരി പ്രകടിപ്പിച്ചത്. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഓഹോ ബോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബോൾഡ്. അങ്ങനെ പറയുന്ന ഒരാളിപ്പം മെഡിസിൻ എടുത്തോണ്ടിരിക്കുക ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ഒരു യോജിക്കുന്നില്ല. ഡിപ്രഷനിലേക്കൊക്കെ പോകുമ്പോൾ ഒരു വിൽ പവർ ഉള്ള ആൾക്കാർ അങ്ങനെ പോവോ? വിൽ പവർ ഉള്ള ആൾക്കാർ എന്ത് വന്നാലും അതിനെ തരണം ചെയ്യില്ലേ? ഇനിയിപ്പോ ഇവര് തമ്മിൽ യോജിപ്പില്ല, ഡിവോഴ്സ് ആകുകയാണ്, എന്നാൽ പോലും ഡിപ്രഷന്റെ ആവശ്യമില്ലല്ലോ. യോജിപ്പില്ല എങ്കിൽ ഇന്നത്തെ കാലത്തെ ബോൾഡായ പെൺകുട്ടികൾ ആ ടാറ്റ ബൈ ബൈ ഓക്കെ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ കൂടെ അവിടെ ഇട്ടേച്ചു പോകും. അത്രയ്ക്കുണ്ട് പെൺകുട്ടികൾ. വന്ന് പെൺകുട്ടികൾ കല്യാണം പോലും കഴിക്കുകയല്ല. എന്തുകൊണ്ടാണ് സീരിയൽ ഇപ്പൊ ചെയ്യാത്തതെന്നുള്ളതായിരുന്നു. ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ പേർപ്പസ്ഫുള്ളി ചെയ്യാതിരിക്കുന്നതല്ല. ആക്ച്വലി ലാസ്റ്റ് ചെയ്തത് എൻ്റെ സീരിയൽ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്തത് പൗർണമി തിങ്കളാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് സി കേരളത്തിൽ ചെയ്ത് അതായിരുന്നു ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഞാനൊരു 18 ഇയേഴ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ PG ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു 2 ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തത്. ആക്ച്വലി അത് പേർപ്പസ്ഫുള്ളി എടുത്തതാണ്. പിന്നെ ഒരു 2 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് തിരക്കുകൾ അങ്ങനെ പോയി.
ഇപ്പം കറൻ്റ്ലി ഞാൻ തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. മേ ബി ഒരു നല്ല പ്രോജക്റ്റ് വന്നാൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷെ ഒരു കംബാക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തണം എന്നുള്ളത് കൊണ്ട് വരുന്നതൊക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്കുള്ളൊരു പ്രൊജക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറൻ്റ്ലി വെയിറ്റിംഗ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക്. ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സത്യം പറഞ്ഞാൽ എത്രയോ ഒരു ഉടുപ്പ് ഒരു എഴുതുന്ന രാഘവത്തോടെയാണ്. ഇവർ രണ്ടുപേരും അത്ര മോശം വ്യക്തികളാന്ന് പുറമേ നിന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കും ഒരു അഭിപ്രായവും പറയത്തില്ല. ജീവിതം അവരുടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പുറമേ നോക്കുമ്പം വലിയ കുഴപ്പമില്ല. അത്യാവശ്യം വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ 80% ദാമ്പത്യവും മുന്നോട്ട് പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിൽ തൂങ്ങിയാണെന്ന്. അത് സത്യമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ചെയ്യാതെ മുന്നോട്ട് ഒരു ദാമ്പത്യവും കടന്നു പോവുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സങ്കല്പത്തിലെ ഒരു പുരുഷനെ സ്ത്രീകൾക്കും കിട്ടില്ല. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെയും കിട്ടിയല്ല. ജീവിതയാത്രക്കിടയിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടുമായിരിക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കിട്ടിയ ആളെ അങ്ങോട്ട് മനസ്സുകൊണ്ട് അംഗീകരിച്ച് യോജിച്ചു പോകാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകാതിരിക്കുമ്പോഴും മറ്റു പല കാര്യങ്ങളും മുൻതൂക്കം കൊടുത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ആ ദാമ്പത്യം അങ്ങ് മുന്നോട്ട് പോകും. പക്ഷെ അങ്ങനെയാണ് പഴയ തലമുറ ജീവിച്ചു പോകുന്നത്. പുതിയ തലമുറ നമ്മളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കി നമ്മുടെ സന്തോഷം മാത്രം കാണുക. അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഹോമിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ് പുതിയ ആപ്തവാക്യം. അതിൻ്റെ അകത്തും കുറെ സത്യമുണ്ട്. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ത്രീകൾക്ക് ഒരു വീട് പോലും ഇല്ല. സ്വന്തം വീട്ടിൽ നിൽക്കുന്നു, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണയിൽ നിൽക്കുന്നു. ആദ്യം വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛന്റെ സംരക്ഷണം നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഭർത്താവിന്റെ സംരക്ഷണം നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞ് മകന്റെ സംരക്ഷണം നിൽക്കുന്നു, അവസാനം മരിച്ചു കുഴിച്ചിടുന്ന ആ കല്ലറ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അതിലുപരി വേറൊരു കാര്യം പറയാനുണ്ട്. അടുക്കള കിടന്ന് ഇതെല്ലാം പഠിത്ത വിദ്യാഭ്യാസം ഇല്ലാതെ അടുക്കള ഒതുങ്ങിപ്പോയ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അപ്പൊ അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്നവർക്ക് പല കായികമായ ചില കഴിവുകളുണ്ടാവാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അല്ലെ കലാപരമായ കഴിവുണ്ട്. ചിത്രം വരയ്ക്കാനോ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഇങ്ങനെയുള്ള കുറെ കഴിവുകളുണ്ടാവും. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് തിരുതര ജോലിക്ക് പോകണം, ജോലിക്ക് സ്ഥലം മാറ്റം, അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടേതായ ഒന്നും നടത്തില്ല. എല്ലാം അവരുടെ പുറകെ നടക്കുന്നു, അവർക്ക് വേണ്ടി ചെയ്യുന്നു, അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം. അത് കഴിഞ്ഞ് മക്കളുണ്ടാകും, പിന്നെ മക്കളെ അസുഖങ്ങളായി, സ്കൂളായി, കോളേജായി, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പറയുകയാണെന്ന് അങ്ങനെ ജീവിതങ്ങളായിരുന്നു. നമുക്ക് വേണ്ടി നമ്മൾ എവിടെയും ജീവിക്കുന്നില്ല. അവസാനം ഈ പറയുന്ന മക്കളും നവ്യ നായരിയുടെ അടുത്തൊരു പോസ്റ്റ് ഇട്ടിരുന്ന ഈ പറയുന്ന അച്ഛനും മക്കളും ഇല്ല, അമ്മ എവിടെയായിരുന്നു, അമ്മയോട് ജോലി അത് ചെയ്യരുത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യരുതെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ, അമ്മയ്ക്ക് ചെയ്തുകൂടായിരുന്നോ എന്നൊരു ചോദ്യമായിരിക്കും ചെയ്യുന്നത്. അത് ശരിയല്ലേ അവർ ചോദിക്കുന്നത്. നമുക്ക് ചെയ്തുകൂടെ? അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരാരെങ്കിലും നമ്മുടെ കയ്യെ പിടിച്ചോ, നിങ്ങൾ പടം വരയ്ക്കില്ലേ, അല്ലെ തൊണ്ടേ പിടിച്ചോ, നിങ്ങൾ പാട്ട് പാടല്ലേ എന്ന് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അതൊക്കെ മറന്ന് നമുക്കൊരു അസുഖം വന്നാൽ പോലും ആ അസുഖത്തെ പോലും പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോലും പോകാൻ നേരമില്ല നമുക്ക്. നമ്മളിങ്ങനെ വേറെ എന്തൊക്കെയോ ആൾക്കാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പോവായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആപ്തവാക്യം. എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ള നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ജീവിക്കണം. ഇതിന്റെ രണ്ടിന്റെ കൂടെ നടുക്ക് നിൽക്കുന്ന രീതി പോകണം, എന്നാലേ കുടുംബം കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കി നമ്മൾ അങ്ങനെ അങ്ങ് പോയാൽ പുറകെ കുടുംബം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കുടുംബം നഷ്ടപ്പെടും. ഇതൊന്നും നഷ്ടപ്പെടാതെ ഒരു ന്യൂട്രലിൽ അങ്ങ് പോകാൻ പറ്റണം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.